guys. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്നാ? ആക്ച്വലി ഞങ്ങള് നല്ലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അപ്പം ഞങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രുതി. ഞാൻ ഇപ്പോൾ 2.5 കൊല്ലമായിട്ട് UK-യിലാണ്. ഞങ്ങളിവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞ്, പിന്നെ അനിയത്തി റീസെൻ്റ്ലി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. അവൾ പഠിക്കാൻ വന്നതായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ അടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെ, ഇവിടെ അനിയത്തിയുണ്ട്, ഇവിടെ കെട്ടിയോൻ സെറ ബേബി, ഞങ്ങളുടെ 4 പേരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ വീഡിയോസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയുവാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. അപ്പം താങ്ക് യു. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മല തന്നെയാണെന്ന് പറയാം. ഞാനിവിടെ ആദ്യമായിട്ട് വരുവാണ്. ഇച്ച നേരത്തെ വന്നിട്ടുണ്ട്. ഇനി മേലെ മല കയറണമെന്ന് പറയരുത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം മലയുടെ ടോപ്പിലെത്തി. ഒരുത്തി പാമ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ കരയുന്നത്. ഇവിടെ പാമ്പില്ല, ബാ മമ്മി കാണിക്കട്ടെ. ഇതാണ് ഞങ്ങൾ കയറി വന്ന മലയുടെ ടോപ്പിൽ വരുന്നത്. ഇത് ഇപ്പം പ്ലെയിനായി. ഞങ്ങളങ്ങനെ നടന്ന് മല കയറി വന്നത് ഗായ്സ് ഈ കാണുന്ന കുന്ന് കയറാനാണ്. അപ്പം ഇനി ഒരു കുന്ന് കയറണം എന്നുള്ള സത്യം ഞങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. സെറ ബേബി ഇപ്പോഴേ മടുത്തു. അവളെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ എടുത്തു, പക്ഷേ എടുത്തോണ്ട് ഇത്ര ഫുൾ മല കയറുക അത്ര ഈസി ടാസ്ക് അല്ല. അപ്പം ഇനി എനിക്കൊന്ന് ഈ മല ഓടിക്കയറാമെന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. അപ്പം ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ട് കാണാം. ഓക്കെ സെറ ബേബി, മല കയറാം. ഓക്കെ. പാമ്പുണ്ടോ? അവിടെ ഒരാള് ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഈ ഇത്രയും മലയുടെ മണ്ടയിൽ വന്നപ്പം തന്നെ ഒരു നല്ല വ്യൂ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ പോൺസ്ബറി. ഇത് പോൺസ്ബറി ആണോ വെച്ചാൽ ഈ കാണുന്ന? ഇത് മൊത്തം പോൺസ്ബറി, ഷൂസ്ബറി ആ ഏരിയ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. അതെ ഞങ്ങളുടെ വീട് തോന്നുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ മിഷന്റെ പാതി ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കയറി വരാം. ഓക്കെ, എവിടെ എത്തുക സാർ ബേബി? ഓടിക്കോ സാർ ബേബി, ഡാൻസ് കളിച്ചോ, ഓടിക്കോ. എൻ്റെ അനിയത്തിനെ സാർ ബേബി വിളിക്കുന്നത് ഹണി ബേബി എന്നാണ്. അവള് ആക്ച്വലി അനിയത്തിയാണ്, സ്മൃതിയാണ് ഇവളെ ഹണി ബേബി എന്ന് വിളിച്ചു തുടങ്ങി. പക്ഷെ ഇവള് സംസാരിക്കാറായപ്പോഴത്തേക്ക് അവളെ തിരിച്ച് ഹണി ബേബി എന്ന് വിളിച്ചു തുടങ്ങി. അപ്പം ശരിക്കും അവളെ മേമേന്ന് വിളിക്കും, ഇടയ്ക്ക് ഹണി ബേബി എന്ന് വിളിക്കും. അപ്പോൾ അതേ സ്മൃതിയാണ്. ഇവളെ ഞങ്ങൾ കൊച്ചു എന്ന് വിളിക്കാം. മല കയറി ഇറങ്ങി വരുന്നതാണ്. എക്സസൈസ് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ കയറിയ സമയത്ത് തന്നെ പുള്ളി 2 തവണ കയറി ഇറങ്ങി. ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നത് പറ്റിയ മലയാ. പെട്ടെന്ന് വയറൊക്കെ കുറയും. ഞാൻ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ സെറ ബേബി അങ്ങോട്ട് പോവാ. മല കയറി സെറ ബേബി ഓടുന്നോ? ഓ, നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് ഫോണിൽ കാണുന്നതിലും ഭയങ്കര ഭംഗിയുണ്ട് നേരിൽ കാണുമ്പോൾ. അതായത് ഒരു ഫുൾ ഏരിയ ഫുൾ നമുക്ക് ഇങ്ങനെ കാണാം. അവിടെ
അപ്പച്ചനെയും അമ്മച്ചനെയും ലിംസൺ മാത്യു ചാക്കിലിടുവാൻ തോന്നുന്നു. ഫോട്ടോസൊക്കെ കാണിക്കാൻ തോന്നുന്നു. അപ്പോൾ അപ്പച്ചനെയും അമ്മച്ചിയോടും സംസാരിക്കുകയൊക്കെയാണ് അവർ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഫോട്ടോ എടുക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സ്മൃതി സേ ഹലോ. അവരപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും. 2-3 ദിവസമായിട്ട് UK ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതായത് നല്ല വെതർ, 20-25 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിലിരുന്ന് ചൂടെടുത്തപ്പോൾ ഉച്ചയ്ക്ക് കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. മിക്കവാറും ഈ മല ഇറങ്ങി കഴിയുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരു കുളിയുടെ കൂടെ ആവശ്യം വരുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാമോ എൻ്റെ ബാക്കിൽ കണ്ടോ, നല്ല ആ കാണുന്നതൊക്കെ ഏതൊരു ഏരിയയാണ്. അയ്യോ എൻ്റെ അമ്മേ, അത് അങ്ങനെ. നിങ്ങൾ ഓർക്കും ഇതെന്താ ഇത് മാത്രമാണ്. ഇന്നലെ ആക്ച്വലി സാറ ബേബിയുടെ ബർത്ത്ഡേ ആണ്, June 26th, 3 വയസ്സാവുക. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇന്നലെ വ്ളോഗൊക്കെ തുടങ്ങണം, അതായത് ഫസ്റ്റ് വീഡിയോ ഒക്കെ നന്നായിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ യാദൃശ്ചികമായി അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അന്നോർത്തു ഇന്ന് തുടങ്ങിയേക്കാന്ന്. കാരണം ഇങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഓരോ ദിവസവും കഴിയുന്നോറും എന്നാൽ പിന്നെ ചെയ്യാം അങ്ങനെ നീണ്ടു പോവാം. അപ്പോൾ ഏതായാലും ഇന്ന് 2 ക്ലിപ്സ് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നത് കൊണ്ട് മണ്ടത്തരങ്ങളും പട്ടത്തരങ്ങളൊക്കെ ഞാൻ പറയും. അത് പെട്ടെന്ന് വാക്കൊക്കെ കിട്ടാതെ വരുമ്പം വായിന്ന് എന്തെങ്കിലും പട്ടത്തരമൊക്കെ പറയുവാണെങ്കിൽ മണ്ടയിലെത്തി കേട്ടോ, ഒന്നും തോന്നരുത്. അപ്പം ഇനി തൊട്ട് ഇങ്ങനെ ഞങ്ങൾ പോകുന്ന കൊച്ചു യാത്രകളൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ കാണാം. എൻ്റെ അമ്മോ, എത്തി ഗൈസ്, ഞങ്ങൾ മണ്ടയിലെത്തി. ഞങ്ങൾ മണ്ടയിലെത്തി, മലയുടെ മണ്ടയിലെത്തി. നോക്കാൻ ചിലവർ പറയുന്നുണ്ട്. ഇതാണ് കയറി വന്ന മലയുടെ വ്യൂ. മലയാണ്, നമുക്കെല്ലാം ഒറ്റയ്ക്ക് കാണാവുന്നേ ഉള്ളൂ. കല്ലുണ്ട്, എനിക്കിങ്ങോട്ട് കിടക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് പോയി ടയേർഡായി. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ നടന്നു വന്ന് ഇവിടോട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. സർവീവ് ഓടിക്കാം. ബട്ടർഫ്ലൈ ഓടിക്കാം. പൂമ്പാറ്റയല്ലേ സാറ ബേബി. ആക്ച്വലി സാറ ബേബിക്ക് 6 months ഉണ്ടായിരുന്നപ്പോൾ ഞാനും ഹസ്ബൻഡും ഇങ്ങനെ വന്നതാണ്. കുഞ്ഞിനെ കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം അവളിങ്ങ് വന്നിട്ടിപ്പം 2-3 മാസം ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരുമിച്ചുള്ള അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ നാളെ കഴിഞ്ഞ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ വെച്ചാൽ. എൻ്റെ അമ്മേ, ഈ ഒരു സാധനമാണ് ഇവിടെ ഉള്ളത് ആകപ്പാടെ. പിന്നെ ഇങ്ങനെ നമുക്കിരുന്ന് കാണാം. ഞങ്ങള് ഇവിടെ മലയുടെ മണ്ടയിൽ വന്നൊരു കല്ലിലിരിപ്പായി. സ്മൃതി എന്തെന്ന് എനിക്ക് അറിയത്തില്ല, അവരോട് ഫോട്ടോ എടുപ്പാൻ തോന്നുന്നു. അപ്പം ഞങ്ങളിവിടെ അവരെ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ മടുത്തു പോയി ശരിക്കും. സാറ ബേബി ഒരു ബൗബോവിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് പേടിച്ചെൻ്റെ മടി ചാടി കയറി ഇരിപ്പുണ്ട്. സാറ ബേബിക്ക് ബൗബോവിനെ പേടിയാ? എന്തിനാ? ബൗബോ പാവല്ലേ? പേടിയാന്ന് പറഞ്ഞാൽ പേടിയാ. ഞങ്ങൾക്ക് പൂച്ചേനെയും പേടിയാ, പട്ടീനെയും പേടിയാ. പക്ഷെ അവൾ നാട്ടിലായിരുന്നപ്പോൾ ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവക്ക് ഭയങ്കര പേടിയാണ്. പൂച്ചേനൊക്കെ കാണുമ്പോൾ അലറിക്കൊണ്ട് ഓടും. അപ്പം ഇനി അവർ വന്നിട്ട് കാണാം ഗൈസ്.
എനിക്കറിയത്തില്ല. അല്ല ആരെടുത്തോണ്ട് പോകും തിരിച്ചു? ഇല്ല എടുക്കത്തില്ല. അപ്പം ഇതാണ് എൻ്റെ കെട്ടിയോൻ പള്ളിക്കത്തോട് ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലിംസൺ മാത്യു ഞാനത് ഓൾറെഡി പറഞ്ഞു. ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോന്നിട്ട് ഇപ്പോൾ 2.5 കൊല്ലമായി. അനിയത്തി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വന്നത്. സേറ ബേബി ഈ മാർച്ചിലാണ് വന്നത്. അപ്പം ഇവിടെ രണ്ടുപേരും ഭയങ്കര പോളിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് നിർത്തിയില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടത്തില്ല. അപ്പം കഴിച്ചിട്ട് വരാം. ഇവിടെ ഇപ്പം സമയം ഒരു 7:45 കഴിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ പറയാം ഇപ്പോഴത്തെ ഇവിടെ ക്ലൈമറ്റ് എങ്ങനെയാണ്. 9:30 വരെയൊക്കെ നല്ല ലൈറ്റ് ആയിരിക്കും. ഇനി ഞങ്ങൾ മല ഇറങ്ങാൻ പോവാണ്. അയ്യോ ചെറിയ മല ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ടോപ്പ് കയറി കാറോ എൻ്റെ കാഴ്ച പണ്ടേ പോയതായതുകൊണ്ട് എനിക്ക് കാണത്തില്ല. അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങുകയാണ് ഗൈസ്. ഇനി കയറാൻ കുറേ നേരം എടുത്തു. ഞങ്ങൾ കയറിയ സമയം കൊണ്ട് 4-5 പേര് കയറി ഇറങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയിട്ട് ചൊറിയുന്ന ചെടിയൊന്നും അല്ലല്ലോ അല്ലേ? ഫോട്ടോഷൂട്ടിന് അവിടെ നിന്ന് കണ്ട് പത്തതാണ്. കാട്ടുചെടിയാണ് ചൊറിയ ഇല്ലയെന്നുള്ളത് കുറച്ചത്തെ കഴിഞ്ഞ് പറയാം. അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങുകയാണ് ഗൈസ്. അതുവഴിയാണ് നമ്മളിങ്ങനെ വന്നേ. ഓ ഗൈസ് ഞങ്ങളിത് അതുവഴി ഇങ്ങനെ കയറിയാണ് വന്നത്. ഇത്രയും അകലെയാണ്. 2 വേണ്ട. സെറ ബേബിക്ക് 2 പൂ വേണ്ടെന്ന് പറഞ്ഞു. 1 പൂ മതി. ഓക്കെ സെറ ബേബി. ഞങ്ങൾ ഇങ്ങോട്ട് മല കയറിയ വഴിയല്ല മല തിരിച്ചിറങ്ങുന്നത്. വേറൊരു വഴിയാണ്. ഇതിനി എത്ര നേരം, കാരണം മറ്റേത് ഭയങ്കര സ്ലിപ്പി ആയിട്ടുള്ള വഴിയായിരുന്നു. മണ്ണൊക്കെ ആയിരുന്നു. ഇതിപ്പം അത്ര ഇല്ല, ടാസ്ക് ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ പുല്ലാണ്, അതുകൊണ്ട് നമുക്ക് ചവിട്ടി ഇറങ്ങാം. ഞാനാണെങ്കിൽ സാധാ ഷൂസൊക്കെ ഇട്ടിട്ടാണ് വന്നേ. കുഞ്ഞാണേലും എല്ലാവരും, സ്മൃതി മാത്രമേ ഉള്ളൂ നല്ല ഷൂസ് ഇട്ടിട്ട് വന്നേ. ഇങ്ങനെ മലയൊക്കെ കയറാൻ വരുമ്പം നല്ല ചെരുപ്പ് ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരണമെന്നാണ്. പക്ഷെ ഇതും അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് കേട്ടോ. പക്ഷെ ഇതിലങ്ങ് ഫ്ലോയിലങ്ങ് പൊക്കോളുമെന്ന് തോന്നുന്നു. അപ്പം താഴ്ച നിന്നിട്ട് കാണാം ഗൈസ്. ഓ ഇതുണ്ടോ, ഇത് അവിടെ നിന്ന് അങ്ങനെ പോവും. ഇവിടെ ഞങ്ങൾ ഇത്രയേ ആയുള്ളൂ. ഒരുത്തി തണുക്കുമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ജാക്കറ്റും കൊണ്ടൊക്കെ വന്നതാണ്. ഇപ്പം ജാക്കറ്റിൽ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. സേറ ബേബിയെ സമ്മതിക്കണമല്ലേ.